പച്ചനിറമുള്ള വലിയ അലമാരിയിരിക്കുന്ന പുസ്തകങ്ങൾ തീർത്തു. ഈ ആഴ്ച നമുക്ക് കുശാല വായനാവാനമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പുതിയ പുസ്തകം പയ്യെ പറയുന്നത് കേട്ട് പുസ്തകപ്പണി അതൊക്കെ ഹെഡ്മാസ്റ്റർ പറയുന്നത് പോലെ അല്ലാതെ പിള്ളേരുടെ അടുത്തേക്ക് ഒരുപോലൊന്നും പറ്റൂല. സമയം 10 മണിയായി. കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ കാണും. പുസ്തകങ്ങളൊക്കെ തരം തിരിച്ച് പ്രദർശിപ്പിക്കുമെന്ന് ഇന്നലെ ടീച്ചർ പറയുന്നത് കേട്ട് അപ്പോഴേക്കും പുസ്തകങ്ങളെല്ലാം തുള്ളാൻ തുടങ്ങി. ഒരു തടിയൻ പുസ്തകം മെലിഞ്ഞ ഒരു കുഞ്ഞു പുസ്തകത്തോട് പറഞ്ഞു, മിണ്ടാതെ ഉറങ്ങാതെ ഹെഡ്മാസ്റ്റർ വന്ന് അലമാര തുറക്കണം, അല്ലാതെ അലമാര പൊട്ടിക്കാനിട്ട് കണ്ണിലൊഴുകിയിട്ടൊന്നും കാര്യമില്ല. കുഞ്ഞു പുസ്തകങ്ങൾ അനുസരണയോടെ തലയാട്ടി. മിണ്ടാപ്പെണ്ണെന്ന പുസ്തകപ്പെണ്ണ് ഹെഡ്മാസ്റ്റർ വന്നുണ്ട്. ഇപ്പൊ തക്കും. മിണ്ടാപ്പെണ്ണ് അലമാരയുടെ അരികിലേക്ക് ഇരുന്നു. എത്ര കാലം ആകാശം കാണാതെ കുഞ്ഞുങ്ങളുടെ ചൂടുങ്ങിയാതെ ഈ പെട്ടിക്കകത്ത് ഹോ ഞാനെന്നെ ഇങ്ങോട്ടില്ലപ്പാ. മിണ്ടാപ്പന്നിന്റെ മനസ്സിൽ പറഞ്ഞ കുഞ്ഞിക്കുഞ്ഞ് ആശ മനസ്സിൽ വെച്ചോ. ഒരാഴ്ചയാവാനാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തന്നെ. അങ്ങനെ വാചകമടിച്ചിരിക്കുമ്പോഴാണ് ഹെഡ്മാസ്റ്റർ മുന്നിൽ കയ്യിൽ താക്കോൽ കൂട്ടത്തിൽ നിന്ന് ഒന്നെടുത്ത് അലമാര തുറന്നു. അപ്പോഴേക്കും പുസ്തക കുഞ്ഞുങ്ങളെല്ലാവരും കൂടി എല്ലാവരും കൂടി പുസ്തകങ്ങളുടെ നിലത്തേക്ക് ചളിയൊന്നും പറ്റിക്കരുത്, പേജൊന്നും കീറരുത്. ഇത് കേട്ട് മിണ്ടാപ്പെണ്ണും കുഞ്ഞിക്കൂണനും ഹെഡ്മാസ്റ്ററെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, കാലമില്ല കൂട്ടുന്ന പേജിൽ കുഞ്ഞവൻ ഞങ്ങളെ ഒന്ന് കാണട്ടെ. ചളിയായാലും മണ്ണായാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ആരെയും ഞങ്ങളെയൊന്ന് കണ്ടില്ലെങ്കിൽ, ഞങ്ങളെയൊന്ന് മനസ്സ് ബാധിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ കൊണ്ടിട്ട് കാര്യം വീട്ടിൽ പുസ്തകങ്ങൾ എന്ന മട്ടിൽ ഹെഡ്മാസ്റ്റർ തുറച്ചു നോക്കി. അതൊന്നും വകവയ്ക്കാതെ പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിലെത്തി. പുസ്തകങ്ങളിലെ കഥകളും കവിതകളും വായിച്ച് കുട്ടികൾ നന്ദിയുടെ വെളിച്ചത്തിൽ